പത്തനംതിട്ടയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. പ്രവർത്തനം തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടും പത്തനംതിട്ട KSRTC ടെർമിനലിന് അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല. NOC ലഭിക്കാൻ അപേക്ഷ KSRTC ഇതുവരെ അഗ്നിരക്ഷാസേനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് സേനാ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട നഗരസഭയ്ക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റും കടമുറികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കടമുറികളിൽ വ്യാപാരം നടത്താൻ ലക്ഷങ്ങൾ KSRTCക്ക് ഡിപ്പോസിറ്റ് തുക നൽകിയവരും വ്യാപാരം തുടങ്ങാനാവാതെ പ്രതിസന്ധിയിലാണ്. അനാസ്ഥയുടെ നേർചിത്രമായി പത്തനംതിട്ടയിലെ KSRTC ഡിപ്പോയി. ഭീമാകാരമായ കെട്ടിട സമുച്ചയം KSRTC പത്തനംതിട്ട ടെർമിനൽ കോംപ്ലക്സ്. വലിയ വിസ്തൃതിയിൽ ഇങ്ങനെയൊരു കെട്ടിടം പണിതിട്ടിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെയുണ്ടോ? അന്വേഷിച്ച് നോക്കാം. കെട്ടിട സമുച്ചയം കണ്ടാൽ ആരും കുറ്റം പറയില്ല. 11 കോടി മുടക്കി നിർമ്മിച്ച പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സിന് പരാധീനതകൾ ഏറെയാണ്. ടെർമിനലിലെ കടമുറികളിൽ വ്യാപാരം നടത്താൻ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് തുക നൽകിയ ആളുകൾ ആത്മഹത്യയുടെ വക്കിലാണ്. പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സിലെ ഒരു കടമുറിക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കടമുറിക്കുള്ളിൽ ഇങ്ങനെ വാഹനങ്ങൾ നിറയെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങളാണ് ഇവിടെ ഒരു കടമുറിക്കായി ഒരു വ്യാപാരി ഡെപ്പോസിറ്റ് നൽകിയത്. പക്ഷേ ഷട്ടർ സ്ഥാപിക്കുന്നതിനുള്ള ഒരു കമ്പി മാത്രമാണ് ഇവിടെ ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്നത്. 11 പേരിൽ നിന്നും കടമുറികൾക്ക് ഡെപ്പോസിറ്റായി 2.5 കോടി രൂപയാണ് KSRTC വാങ്ങിയെടുത്തത്. ഡെപ്പോസിറ്റ് തുക നൽകി 7 വർഷം കഴിഞ്ഞിട്ടും ഒരു കടമുറിയിൽ പോലും വ്യാപാരം തുടങ്ങാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കടമുറികൾക്ക് പത്തനംതിട്ട നഗരസഭ നമ്പറിട്ട് നൽകിയെങ്കിലേ വ്യാപാരം തുടങ്ങാനാകൂ. അഗ്നിരക്ഷാസേനയുടെ NOC KSRTC ടെർമിനലിന് ലഭിക്കാത്തതിനാൽ നഗരസഭാ സെക്രട്ടറി കടമുറികൾക്ക് നമ്പറിട്ട് നൽകില്ല. വകുപ്പ് മന്ത്രിയോടും സ്ഥലം MLAയോടും പരാതി പറഞ്ഞ് മടുത്തതായി ഡെപ്പോസിറ്റ് തുക നൽകിയവർ പറയുന്നു. 10.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് തുക നൽകിയ അഷ്റഫ് പറയുന്നു, ഇനി തങ്ങൾക്ക് കടമുറി വേണ്ട, തങ്ങൾ കൊടുത്ത പണം KSRTC തിരിച്ചു നൽകിയാൽ മതി. എന്തായാലും ഇനിയിപ്പോൾ കട കിട്ടിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എല്ലാം മാറി വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അപേക്ഷ, ഞങ്ങളുടെ ഈ പണം എത്രയും വേഗം തന്നെ തിരിച്ചു തന്നെങ്കിൽ ഞങ്ങൾക്കത് വളരെ ഒരു ഉപകാരമായിരിക്കും. നിരാക്ഷേപ സാക്ഷ്യപത്രം ലഭിക്കുന്നതിനായി KSRTC ഇതുവരെ അഗ്നിരക്ഷാസേനയ്ക്ക് അപേക്ഷ നൽകിയിട്ടില്ല. അപേക്ഷ ലഭിച്ച കെട്ടിടത്തിന്റെ പ്ലാൻ പരിശോധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും അഗ്നിരക്ഷാസേന NOC നൽകുക. കെട്ടിടത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്ഥിര അഗ്നിശമന ഉപാധി കാലപ്പഴക്കത്താൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. എല്ലാ കടമ്പകളും കടന്ന് NOC കിട്ടുന്നതുവരെ കടമുറികൾക്കായി കാത്തിരിക്കാൻ ഇനിയും തങ്ങൾ തയ്യാറല്ലെന്ന് ഡെപ്പോസിറ്റ് തുക നൽകിയവർ പറയുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 11 പേരോളമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അയാളുടെ വീട് ജപ്തിയായിരിക്കാം. അദ്ദേഹമൊക്കെ ഒരു ഗതിയില്ലാത്ത അവസ്ഥയിലാണ് നടക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ പമ്പ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നാണ്. ഇവിടെ ഇരിപ്പിടങ്ങൾ വിരലിൽ എണ്ണാവുന്നവ മാത്രം. മഴ പെയ്താൽ ടെർമിനലിന്റെ മുൻവശത്ത് യാത്രക്കാർക്ക് നിൽക്കാനാവില്ല. 2ാം നിലയിലെ ഓഫീസ് മുറികളിലേക്ക് മഴവെള്ളമെത്തും. കെട്ടിടത്തിൽ പലയിടങ്ങളിലും ചോർച്ചയുണ്ട്. വീണ്ടും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. KSRTC എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായ പരിശോധനയും നടത്തി. ടെർമിനലിന് ചുറ്റുമുള്ള ഓടകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതിന് പരിഹാരം കാണാനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഓടകളിലെ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയുമുണ്ട്. ഇത്രയും വലിയ കെട്ടിടം പണിതിട്ടിട്ടും എന്തുകൊണ്ടാണ് KSRTC നിരാക്ഷേപ സാക്ഷ്യപത്രത്തിനായി ഒരു അപേക്ഷ അഗ്നിരക്ഷാസേനയ്ക്ക് നൽകാത്തതെന്ന ചോദ്യം ബാക്കി. കടമുറികൾ തുറന്നു കൊടുക്കാത്തത് മുതൽ യാത്രക്കാർക്ക് മതിയായ ഇരിപ്പിട സൗകര്യങ്ങളില്ല, ചോർച്ച തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് പത്തനംതിട്ട KSRTC നേരിടുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. 11 കോടി മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക, ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ NOC ഇല്ലാതിരിക്കുക, NOC കിട്ടാത്തതുകൊണ്ട് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പത്തനംതിട്ടയിൽ മുനിസിപ്പാലിറ്റിക്ക് കഴിയാതിരിക്കുക, ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കട തുടങ്ങാൻ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് കൊടുത്ത് വ്യാപാരികൾക്ക് കഴിയാതിരിക്കുക. ഇതിൻ്റെ പേരല്ലേ അനാസ്ഥ, കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. പിന്നീട് ആർക്കു വേണ്ടിയാണ് ആ കെട്ടിടം കെട്ടിയിട്ടിരിക്കുന്നത്? ഈ പാവം വ്യാപാരികളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയത് എന്തിനാണ്? NOC ഫയർഫോഴ്സിൽ നിന്ന് വാങ്ങാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കെട്ടിടം നിർമ്മിച്ച് പൊതുജനങ്ങളുടെ സേവനത്തിനായി നൽകാൻ കഴിയുക? പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അടിസ്ഥാനമായി വേണ്ട ഒന്നും തന്നെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലില്ല. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെ ഈ പുതിയ കെട്ടിടത്തിൽ NOC ഇല്ല എന്ന് പറയുന്നതിന് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്.
ഇത്രയും കെടുകാര്യസ്ഥതയും അനാസ്ഥയും ഈ KSRTC ഡിപ്പോയിൽ എങ്ങനെ ഉണ്ടാവുന്നു? ഇനി ഇവരെങ്ങനെയാണ് NOC വാങ്ങാൻ പോകുന്നത്? ഇനി വാങ്ങാൻ പോകുമ്പോൾ നിലവിലുള്ള അഗ്നിശമന സേനയുടെ സുരക്ഷാ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കാലഹരണപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഇനി വ്യാപാരികൾ എങ്ങനെ കട തുടങ്ങും? അവർ ഷട്ടർ ഇട്ടിരിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഇനി എന്ന് ഷട്ടർ ഉയരും? പ്രവീൺ പുരുഷോത്തമൻ. അരുൺ, ഒരു KSRTC ടെർമിനൽ നിർമ്മിക്കുന്നതിന് മുമ്പ് KSRTC ബോർഡ് അത് യോഗം കൂടി അതിൻ്റെ പ്ലാൻ അംഗീകരിക്കേണ്ടതുണ്ട്. പത്തനംതിട്ട KSRTC ടെർമിനലിനെ സംബന്ധിച്ചും അത്തരം ഒരു പ്ലാൻ ഈ KSRTC ബോർഡ് യോഗം അംഗീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത് കരാർ കൊടുക്കുന്നത് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിനായി. പിന്നീട് ഈ കെട്ടിടം L ഷേപ്പിൽ, അതായിരുന്നു അതിൻ്റെ ഒരു ആർക്കിടെക്റ്റൽ അതിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളത്. ഇംഗ്ലീഷിലെ L അക്ഷരത്തിൻ്റെ മാതൃകയിലാണ് പത്തനംതിട്ടയിലെ ഈ KSRTC ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു കരാറുകാരൻ ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നു. നിർമ്മാണം കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പണത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നു. പിന്നീട് ആ കരാറുകാരൻ ഇതിൻ്റെ നിർമ്മാണം ഉപേക്ഷിച്ച് പോകുന്നു. പിന്നീട് മറ്റൊരു കരാറുകാരനെ KSRTC നിർമ്മാണം ഏൽപ്പിക്കുന്നു. അങ്ങനെ 2 കരാറുകാരിൽ കൂടിയാണ് പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, നേരത്തെ നാം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയൊരു കെട്ടിടം പണിതിട്ടിട്ടും NOC ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് 2 കാരണങ്ങളാണ് KSRTC അധികൃതരും ഒപ്പം തന്നെ നഗരസഭയും ഒക്കെ പറയുന്നത്. കാരണം ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി KSRTC 40 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പിന് നൽകിയിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിയിരുന്നു. പക്ഷേ ഈ 40 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് വാങ്ങിയിട്ടും ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ നഗരസഭ പറയുന്നത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതെ എങ്ങനെ ഇവിടെ ഒരു KSRTC ടെർമിനലിന് അനുമതി കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്നി സുരക്ഷാ സേനയ്ക്ക് NOCക്കായിട്ടൊരു അപേക്ഷ KSRTC സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് അഗ്നിരക്ഷാ സേനയിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിന്റെ ഫയർഫോഴ്സിന്റെ NOC ഇല്ല അധികൃതരാണ്. അതെ അരുൺ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കാണിച്ച ആ ദൃശ്യം എന്നുള്ളത് ഇവിടെ ഏറ്റവും നൂതനമായിട്ടുള്ള, അതായത് ഏത് നിമിഷവും ഇവിടെ ഒരു തീപിടുത്തമുണ്ടായാൽ ഓട്ടോമാറ്റിക് സംവിധാനമാണ്. ഇത് പ്രവർത്തിക്കുകയും വെള്ളം ചീറ്റുകയും അങ്ങനെ തീ, അതായത് ഒരു ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ഇത് പ്രവർത്തിക്കുകയും തീ കെടുത്തുന്നതിനുള്ള സംവിധാനമാണ് ഈ കാണുന്നത്, ഇപ്പോൾ നാം ദൃശ്യത്തിൽ കാണുന്നത്. ഇതിനായി പ്രത്യേക ടാങ്കുകളിൽ എപ്പോഴും വെള്ളം കരുതണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനൊരു ടാങ്ക് ഉണ്ടോ എന്നുള്ളത് ഇനിയും അത് നമുക്ക് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരം കൂറ്റൻ ടാങ്കുകളിൽ ലിറ്റർ കണക്കിന് വെള്ളം എപ്പോഴും സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഓട്ടോമാറ്റിക് സംവിധാനം പ്രവർത്തിക്കൂ. ഇതെല്ലാം നേരത്തെ തന്നെ കെട്ടിടം നിർമ്മിച്ചപ്പോൾ തന്നെ രൂപകൽപ്പന ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അടിസ്ഥാനമായ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ വേണ്ടുന്ന പ്രാഥമികമായ സർട്ടിഫിക്കറ്റുകൾ പോലും ഈ പത്തനംതിട്ടയിലെ ബസ് സ്റ്റാൻഡിനില്ല എന്നുള്ളതാണ്. നോക്കൂ, നിരുത്തരവാദപരമായ ഗവേണൻസ് ആണ് KSRTCയിൽ നടക്കുന്നത് എന്നതിന് ഇനിയും ഇതിൽ കൂടുതൽ സാക്ഷ്യം എന്തിനാണ്? ഫയർഫോഴ്സിൻ്റെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, NOC ഇല്ലാത്തത് കാരണം ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ല. ലക്ഷങ്ങൾ 6-7 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാരികളിൽ നിന്ന് വാങ്ങി ഇപ്പോൾ KSRTC ആ വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കഥകൾ അവസാനിക്കുന്നതേയില്ല.